ധന്യമീ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം പറയാൻ പോണ കാര്യങ്ങൾ ഏകദേശം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നമുക്കൊക്കെ ടെൻഷൻ കുറയ്ക്കണം. ടെൻഷൻ കൂടി 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 എപ്പോഴും ടെൻഷനാണ്. പാസ്റ്റ് ടെൻഷൻ, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചിക്കുന്ന പാസ്റ്റ് ടെൻഷൻ, വരാനിരിക്കുന്ന കാര്യം ഫ്യൂച്ചർ ടെൻഷൻ, ഇപ്പോഴോ പ്രസന്റ് ടെൻഷൻ. അപ്പം അതാണ് പിന്നെ ടെൻസായി എന്നൊക്കെ പറയാറുണ്ട്. എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. എന്ത് കാര്യവും മിതമാക്കുക. ഇനിയിപ്പം അതിൻ്റെ വ്യാഖ്യാനം ഞാൻ പറയാൻ പോണു. മിതമാക്കുക. ആഹാരം മിതമാക്കിയത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഏത് സമയത്തും ആമാശയത്തിന് പണി കൊടുത്തോളാം എന്നുള്ള വിചാരം നിർത്തൂ. എപ്പോഴും വയറ് ഫുള്ളാവണം. ചെറിയൊരു വിശപ്പ് വരുമ്പോഴേക്കും ഒന്നുകിൽ 2 പഴം എടുത്ത് തിന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ 5:30 മണിക്ക് ഒരു മസാല ദോശയും 2 ഇഡ്ഡലിയും 1 വടയും 1 ചായയും. പിന്നെ രാത്രിയിലെ ആഹാരമുള്ളൂ. ഇത് മിതമാക്കുമ്പോൾ, ആഹാരം മിതമാക്കുമ്പോൾ എന്തുണ്ടറിയോ? നമ്മുടെ ഏറ്റവും വലിയൊരു ദോസ്താണ് നമ്മുടെ വയറ്. ഈ വയറ് വേറൊരാളാണ് നമ്മുടെ വിചാരം, നമ്മുടെ ഫ്രണ്ടാ. അവനെന്ന് സുഹൃത്താക്കണം. അവന് വല്ലാതെ പണി കൊടുക്കാൻ പാടുമോ? രാവിലെ 3 ഇഡ്ഡലി, ഹോട്ടലിനാണെങ്കിൽ 3 ഇഡ്ഡലി 1 വട. ഇതാണ് എൻ്റെ ആഹാരം. വീട്ടിൽ വട ദിവസം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ 4 ഇഡ്ഡലി. 4 ഇഡ്ഡലി ആകുമ്പോൾ വയറ് ഫുള്ളായി. ആവിയിലുണ്ടാക്കിക്കൊണ്ട് 11:30 മണിയാകുമ്പോഴേക്കും വിശക്കും. ആ സമയത്ത് 2 മസാല ദോശ തന്നെ വിശന്നോട്ടെ. 1 മണിയാകുമ്പോഴേക്കും, കൃത്യം 1 മണിക്ക് ഊണ് കഴിക്കുമ്പോഴേക്കും വിശപ്പുണ്ടാവും. വിശപ്പാണ് രുചി. വിശപ്പ് സമയത്ത് ഒരു സാധനം ഭക്ഷിച്ചു നോക്കൂ, എന്തൊരു സ്വാദാണ്. വിശപ്പാണ് രുചി. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒന്നും കഴിക്കാതിരുന്ന് രാത്രി എൻ്റെ ആഹാരം കഞ്ഞിയാണ്. കുറച്ച് കഞ്ഞി കുടിക്കും. ആ കഞ്ഞിയുടെ കൂടെ ഇപ്പോൾ പലതും പിക്കിൾസാവൊന്നും വാങ്ങാൻ നിർത്തിയില്ല. എല്ലാവരും ഈ വിനാഗിരിയും കേടുവരാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന സാധനങ്ങൾ വയറിന് അസുഖം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉപ്പിലിട്ട നെല്ലിക്ക അതിൻ്റെ വെള്ളത്തിൽ ഒരു പച്ചമുളക് ഒന്നും ഒഴിക്കും. ആ ഇതിൽ ചൂടുള്ള കഞ്ഞിയും ആ പച്ചമുളകത്തിൽ ഒഴിച്ചും കൂടിയിട്ട് എന്തൊരു സ്വാദാ. കേൾക്കുന്നവർ ഞെട്ടും, ഇത്ര വലിയ സ്വാദൊക്കെ ഉണ്ടോയെന്ന്. കാരണം എന്താ? വിശപ്പ്. എന്തും ഇവിടെ മിതമാക്കിയാലോ നമ്മളിപ്പോൾ എത്ര കാലം ജീവിക്കും? യഥാർത്ഥത്തിൽ അതുവരെ ധരിക്കാനുള്ള വസ്ത്രപ്പം നമുക്കില്ലേ? കുട്ടിക്കാലത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, 3 കുപ്പായം ഉണ്ടാവണം. 3 ഉണ്ടാവില്ല, 2 ഉണ്ടാവുള്ളൂ. ഇപ്പോഴുള്ള ജുബ്ബ ധാരാളല്ലേ? മിതമാക്കിയാൽ. കടയിൽ പോയിട്ട് കൂടുതൽ ആവശ്യത്തിനാണോ വാങ്ങണത്? അവിടെ പോയി സാരി കണ്ടു, ഇതും വാങ്ങി വെക്കാം. അലമാരയിൽ ഇപ്പോഴേ എടുക്കാത്ത സാരികളുണ്ട്, വീണ്ടും വാങ്ങി വെച്ചു. വസ്ത്രം മിതത്വം അങ്ങോട്ട് വന്നപ്പോഴോ
ആവശ്യം ഇപ്പം ഉണ്ടെന്ന്. എന്താ ഇപ്പം കുഴപ്പം? മിതത്വം ആഹാരത്തിൽ, വസ്ത്രത്തിൽ, ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും മിതത്വം വരുമ്പോഴോ എത്ര സുഖകരമാവും ജീവിതം. ലെസ് ലഗേജ്, മോർ കംഫേർട്ട്, മേക്ക് ട്രാവൽ എ പ്ലഷർ. യാത്ര പോകുമ്പോൾ, ഞാൻ മൂകാംബിക്ക് പോകുമ്പോൾ അതാണല്ലോ മാസം മാസമുള്ള യാത്ര. കോഴിക്കോട് നിന്ന് ധരിച്ച ഡ്രസ്സ് അവിടെ പോയി മാറ്റി വെക്കേണ്ട ഡ്രസ്സ്, ആകെ എത്ര ഡ്രസ്സ് വേണ്ടി വരും? അത് തോളത്ത് തൂക്കിയിട്ടാണ് സഞ്ചിയിൽ. മിതത്വം. ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കൂട്ടില്ല. കാരണം കോഴിക്കോട് വാങ്ങാൻ കിട്ടാത്തൊന്നും അവിടെ കിട്ടില്ല. എന്തിനാ അവിടുന്ന് വാങ്ങണം? ഈ മിതത്വം ഓരോന്നിലും സ്വീകരിക്കുമ്പോഴോ കിട്ടുന്ന കടലാസുകളിൽ ഭൂരിപക്ഷവും ഒരു ഭാഗം നമുക്ക് എന്തെങ്കിലും എഴുതാവുന്ന, ഒരു ഭാഗത്ത് പരസ്യമൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇവിടെ അടുക്കാക്കി വെച്ചിരിക്കുകയാണ്. എത്ര കേമന് കഥ എഴുതിയാലും എന്തെഴുതിയാലും അതിൻ്റെ ഒരു സൈഡിൽ എഴുതി അയക്കുക. പലരും വിളിക്കുന്നുണ്ടാവും, പറയുന്നുണ്ടാവും ഇതിനെപ്പറ്റി വിആർനാഥൻ്റെ മാതിരി ഒരു പിശുക്കൻ, കുറച്ച് കടലാസ് വാങ്ങി അതിൽ എഴുതിക്കൂടെ. ഇപ്പോൾ ഓണപ്പതിപ്പിൽ പലതിലും ഞാൻ കഥ ചെയ്യില്ല. കഥയൊക്കെ ആ കഥയുടെ മറ്റേ പേജ് ഇതായിരിക്കും. അതുകൊണ്ടൊന്നും ഒരു അബദ്ധമില്ലാന്ന്. എന്തിനാ കുറെ കടലാസ് വേസ്റ്റ് ആക്കണത്? വാക്ക് മിതത്വം വേണ്ടേ? ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ ഭാര്യാഭർത്താക്കന്മാർ സംസാരിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ, അതുകൊണ്ടല്ലോ. ചിലപ്പോ ആ വിഷയത്തിന് നിർവചനം ആവശ്യമില്ലാത്ത സമയം വരും. അപ്പം മിണ്ടുക വേണ്ടത്. രഘുവംശ രാജാക്കന്മാര്, അവരേക്കാണ് നിങ്ങൾ ഉദാഹരണം എടുക്കുന്നത്. നിങ്ങൾ ഇവിടെ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ ഉദാഹരണം എടുക്കുക. അവരെ ഉദാഹരണം എടുക്കാം. രഘുവംശ രാജാക്കന്മാരുടെ പ്രത്യേകത എന്താ അറിയോ? ആവശ്യത്തിൽ കൂടുതൽ ഒരു വാക്ക് അവർ സംസാരിക്കില്ല. ശ്രീരാമൻ എങ്ങനെ മഹാനാവാതെ വരും? ആ കൈകേയി വരം ചോദിച്ചു, പട്ടാഭിഷേകം മുടങ്ങി, ലക്ഷ്മണൻ ചൂടായി. ആ ചൂടായ ലക്ഷ്മണൻ ഉപദേശം കൊടുത്തു, ലക്ഷ്മണ നീ ഇങ്ങനെ ചൂടാവരുതെന്ന്. സീതയ്ക്കൊരു മൂഡ് ഔട്ട് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഒരു വരിയും കൊണ്ടില്ല, ഒരു വരിയും കൊണ്ടില്ല. അപ്പൊ അത്രയും പ്രോബ്ലം കഴിഞ്ഞു. വാക്കിൽ മിതത്വം. ഉപയോഗിക്കുന്ന വെള്ളത്തിൽ മിതത്വം വേണ്ടേ? കുളിക്കാനൊക്കെ ആയിട്ട് വെള്ളം വേണം. പരമാവധി ഒരു 400 ലിറ്ററിൻ്റെ വെള്ളമല്ലേ വേണ്ടു. വാഷ് ബേസിനിൽ പല്ലി വയ്ക്കാൻ ചെന്നാൽ ആദ്യത്തെ പരിപാടി എന്താ അറിയോ? വാഷ് ബേസിനാണ് ഓൺ ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഒടുവിൽ വായൊക്കെ കഴുകി ഒടുവിൽ അത് ഓഫ് ചെയ്യുക. ഒരു വാഷ് ബേസിൻ്റെ വെള്ളം നേരിട്ട് പുറത്തേക്ക് പോകുന്ന സിസ്റ്റമുള്ളൊരു വീടുണ്ട്. ഞാൻ അതിൽ നടന്നു വരുമ്പോൾ അവിടുത്തെ തോട്ടം മുഴുവനും നനഞ്ഞിരിക്കുന്നു. ഇയാൾ പല്ലിയച്ചൻ്റെ വെള്ളം. എത്ര വെള്ളമാണ് നഷ്ടപ്പെടുത്തിയത്? ടൈം, സമയം, മിതത്വം വേണ്ടേ? ഇങ്ങനെ സമയം വേസ്റ്റാക്കാൻ പറ്റുമോ? ഒരു ദിവസം എത്ര സമയമാണ് നമ്മൾ വെറുതെ വേസ്റ്റാക്കുന്നത്?
എനിക്ക് വായനാശീലമുള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ ഞാൻ സമയം ലാഭിക്കുന്നു, പണ്ടെന്ന കുട്ടിക്കാലത്തെ കേട്ടിട്ടുണ്ട് കക്കൂസ് മുറിയിൽ ഇരുന്നിട്ട് വായിക്കുന്ന മഹാന്മാരെ പറ്റി. അത്ര സമയം കൊണ്ട് ലാഭം കിട്ടിയില്ലേ? വായിക്കുന്ന വിഷയങ്ങൾ അങ്ങനത്തെ വിഷയമാണ്, വർത്തമാനപത്രം മാതിരിയുള്ള സാധനങ്ങളൊക്കെയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, വർത്തമാനപത്രം ഉണ്ടോ? ഞാൻ അങ്ങോട്ട് വരില്ല. ആ കസേര കഴുകി വൃത്തിയാക്കണം കാരണം മലീമസമായിട്ടുള്ള വർത്തമാനപത്രങ്ങൾ. ആ സമയം വേസ്റ്റാക്കരുതെന്ന്. വർത്തമാനപത്രം വായിക്കണം. എങ്ങനെയൊക്കെ നമുക്ക് സമയത്തെ ലാഭിക്കാം. എന്തിനാ വേസ്റ്റാക്കുന്നത്? ഇങ്ങനെ ഓരോരോ കാര്യവും മിതമാക്കുക. ദുർവ്യയം, ആവശ്യമില്ലാതെ കാശ് എത്ര ചെലവാക്കണം? ഏറ്റവും കൂടിയ ടിക്കറ്റ് എത്രയുടെ? ഇപ്പം സിനിമയ്ക്ക് എല്ലാത്തിനും ഒരേ ടിക്കറ്റാണെന്ന് തോന്നുന്നുണ്ട്. പണ്ടങ്ങനെയല്ല, 5 അണ 8 അണ ₹1 അങ്ങനെയൊക്കെയായിരുന്നു ടിക്കറ്റ് ചാർജ്. ലോക്കൽ ബസ് വരുന്നു, ഫാസ്റ്റ് പാസഞ്ചറും വരുന്നു. ഫാസ്റ്റ് പാസഞ്ചറിൽ മാത്രം കയറുന്നവരുണ്ട്. അതിൽ കയറുള്ളൂ, അതിന് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. രോഗങ്ങൾ വെച്ച് മാരകമായുള്ള ഒരു രോഗമാണ് ദുർവ്യയം. വളരെ വില കൂടിയ കാശ് ചെലവാക്കിയ വീട് പണിയുക, വിടാനുള്ള ഇടമാണ് വീട്, അത് വിടേണ്ടതാണ്. അത് പണിതിട്ട് ഈ സ്ഥലം മുഴുവൻ തുടച്ച് വൃത്തിയാക്കണ്ടേ? അതിന് വാങ്ങിയിട്ടുള്ള കടം വാങ്ങിയ കാശാണെങ്കിൽ അത് തിരിച്ചടയ്ക്കണ്ടേ? നമ്മുടെ വീട്ടിലെ എല്ലാ മുറിയിലേക്കും നമ്മൾ എപ്പോഴും പോകാറുണ്ടോ? മാങ്കാവിൽ എൻ്റെ വീട്ടിൽ 2 ബെഡ്റൂം, പിന്നെ കൂണി കയറിയ ഒരു ബെഡ്റൂം. ആ ബെഡ്റൂമിലേക്ക് ഞാൻ പോവാറില്ല. അതിന് പകരം 10 മുറി ഉണ്ടെങ്കിലോ? ഏത് കാര്യത്തിലും ഈ ദുർവ്യയം നമുക്കൊന്ന് ഒഴിവാക്കാം. ഒഴിവാക്കിക്കൂടെ? ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് സ്വയം അടച്ച് തുടങ്ങിയ സമയത്താണ് ഞാൻ വീട്ടിലെ ലൈറ്റ് ഓഫ് ചെയ്ത് തുടങ്ങി. ഒരാവശ്യമില്ലാതെ പകലും ലൈറ്റ് കത്തുണ്ടാവും. മുടങ്ങാതെ ലളിതാ സഹസ്രനാമം വായിക്കുന്ന ഒരു വീട്ടമ്മ ഉണ്ട്. മുടങ്ങാതെ വായിക്കും. ഒരു 5 ലൈറ്റെങ്കിലും പകൽ എവിടെയെങ്കിലും കത്തുണ്ടാവും. നമുക്കത് കുറച്ചുകൂടെ വസ്ത്രധാരണം മുതൽക്ക് ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും മിതത്വം വരുമ്പോൾ ശ്വാസമുക്തിയിലും മിതത്വം വരും. ശ്വാസമുക്തി വർദ്ധിക്കും. വർദ്ധിക്കുമ്പോൾ രോഗം താനെ വന്നു ചേരും. ഇത് കേൾക്കുന്നവർക്ക് ആലോചിക്കാം, ഏതൊക്കെ കാര്യം നമുക്ക് മിതത്വം കൊണ്ടുവരാം. ആവശ്യമില്ലാതെ ഒരു ഇല പോലും പൊട്ടിക്കരുത്. ഇഷ്ടം പോലെ ഉണ്ട് എന്നല്ല മറുപടി. ആഹാരം വിളമ്പി തരുന്ന ആള് പറയും ഇവിടെ ഉണ്ട് എന്നാണ്. എല്ലാ കാര്യത്തിലും മിതത്വം വരുമ്പോൾ എന്ത് സംഭവിച്ചു? ആവശ്യമില്ലാത്ത ഫാൻ ഓൺ ചെയ്യണ്ട. വസ്ത്രധാരണം മുതൽക്ക് എല്ലാ കാര്യത്തിലും മിതത്വവും
അന്യരുടെ കാര്യത്തിൽ ഈ മിതത്വം എൻഫോഴ്സ് ചെയ്യണ്ട. നമ്മുടെ കാര്യത്തിൽ അന്യരോട് ഇതൊന്നും പറയണ്ട. അവർ പറയും എവിടത്തെ അടുത്തേക്കണ്, ഇതിങ്ങനെ പിശുക്കി വെച്ചിട്ട് എന്താ കാര്യം, ചത്തു പോകുമ്പോൾ കൊണ്ടുപോകുമോ. ആർഭാട രോഗം എന്നുള്ളൊരു രോഗമുണ്ട്. അനവധി കുടുംബങ്ങളെ തകരാനുള്ള കാരണം ആർഭാട രോഗം. വാക്കുകളിൽ മിതത്വം. അധികാരമുണ്ടെങ്കിലും അധികാരം മുഴുവൻ പുറത്തെടുത്ത് കാണിക്കുക. ആരെ വേണമെങ്കിൽ എനിക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നും വെച്ച് സസ്പെൻഡ് ചെയ്യുക. അധികാരമുണ്ടെങ്കിലും അവിടെയും മിതത്വം. അങ്ങനത്തെ ജീവിതങ്ങൾക്ക് കൂടുതൽ ശാന്തി കിട്ടില്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.